അസലായി പാടുന്നീരാവേറെ ഓർമ്മകൾ ഇശലിൻ താളങ്ങളായി മാറി ഡ്രസ്സ് കിട്ടിയിരിക്കുകയാണ്. Hey everyone, hope you all are doing good and great. Today episode our home tour. എല്ലാവരും എനിക്ക് കൊമൻസ് ആയിട്ട് ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് തുടക്കത്തിലേ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ഒരു ഹോം ടൂറാണ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ ഇപ്പോൾ നൽകിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിക്കുക, ബട്ട് എന്തായാലും ഒരു ഹോം ടൂർ ആയാൽ പോരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ടൂർ വീഡിയോ ആണ്. സോ സോറി, എത്രയായിട്ടാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ വാടകയ്ക്കൊരു വീട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പണികളൊക്കെ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഇന്നത്തെ വീടിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് ഇങ്ങനെ ഹോം ടൂർ ചെയ്യണം. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഹോം ടൂറൊക്കെ ചെയ്താൽ ഒരു കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ഇട്ടുള്ള വീഡിയോ ആണ്. കാരണം അവരിന്ന് ഈവനിങ് ടൈമിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എടുക്കണം. അപ്പോൾ അവർ വരുമ്പോൾ അവരുടെ പ്രൈവസിയും കൂടി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിപ്സൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഒക്കെ ഞാൻ സെറ്റാക്കിയിട്ട് വിടുന്നുണ്ട്. കുറച്ച് ടൈമൊക്കെ എടുക്കും. അതിന് ഞാനിപ്പോൾ ആലോചിച്ചിട്ട് പോലുമില്ല. കമൻസ് ഇങ്ങനെ കാണല്ലാണ്ട് റിപ്ലൈ എടുക്കല്ലാണ്ട് ഞാൻ ആദ്യമൊക്കെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വീടിനെ കുറിച്ചിട്ട് പറയും. ഞാൻ ഒരുപാട് പറഞ്ഞപ്പോൾ എവിടെ കിട്ടിയെന്ന് എനിക്ക് പോലും പിടുത്തില്ല ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ വീടിൻ്റെ അകത്ത് കർമ്മങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാൽക്കണി, അത് നിങ്ങൾ എപ്പോഴും കാണാറുണ്ടാവും. അതൊന്നും ഞാൻ വല്ലാണ്ട് പറയുന്നില്ല. പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ലിവിങ് റൂം. ലിവിങ് റൂം മീൻസ് ഡൈനിങ് ഹാൾ എന്ന് പറയില്ല, ഓഫീസ് റൂം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഈ ഓഫീസ് റൂമിൻ്റെ നേരെ തന്നെ ഒരു റൂം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് റൂം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു റൂം വരുന്നുണ്ട്. പിന്നെ ഡീറ്റെയിലിംഗ് ഒന്നും കാണിക്കാൻ ഇല്ല പ്രത്യേകിച്ച്, കാരണം ഫേർണിച്ചേഴ്സൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽസ് ആയിട്ട് അങ്ങോട്ട് പോകേണ്ടതുള്ളൂ. അപ്പോൾ ഇതാണ് പിന്നെ ഒരു ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫുൾ ഡൈനിങ് ഹാൾ മോഡലാണ് സെറ്റാക്കിയിട്ടുള്ളത് ഗൈസ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ഡൈനിങ് ഹാളത്തെ ഡോറുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡോറെന്ന് പറയുന്നത് ബാത്റൂമിൻ്റെ ഡോറാണ്. എന്താണെന്നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിക്കണു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ മോഡലൊക്കെ കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ബാത്റൂം. ബാത്റൂമിൽ ലൈറ്റ് ഇല്ല. അപ്പോൾ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്ലിയറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നല്ല സെറ്റ് വീഡിയോ ചെയ്യണമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ബട്ട് അവർ വന്നാൽ പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് നിങ്ങൾ മറന്നേക്കൂ. പിന്നെ ഒരു റൂമുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാണിച്ചല്ലോ, ഒരു റൂമാണ്. പിന്നെയാണ് ഇതിനിപ്പോൾ പണ്ട് കാലം എന്തോ പേര് പറയലുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇങ്ങനെ കസിൻസ് ഓലൊക്കെ പറയുന്നത് കേൾക്കാം ഗൈസ്. പിന്നെ ഉള്ളതാണ് ഒരു റൂം. അല്ല ചെറിയൊരു ഇടവഴി കൂടെ ഇങ്ങനെ കയറിയിട്ട് പിന്നൊരു റൂമുണ്ട്. ഇതാണ് നെക്സ്റ്റ് വൺ റൂം. ഇതും സെറ്റപ്പ് റൂമാണ്. എന്താ പറയുക, ഇപ്പോൾ എനിക്കെന്താ ഓർമ്മ എന്നറിയോ, ഈ റൂമിൽ ഇന്ന് ചെറുപ്പത്തിൽ കിടന്നിട്ടുണ്ടായിരുന്നത് ഈ റൂമിലായിരുന്നു. ഞങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നു ഈ ഒരു വീട്ടിൽ ഞങ്ങൾ താമസിച്ചിരുന്നത്. പിന്നെയാണ് നമ്മൾ വീടെടുത്തത്, വേറെ പുതിയ വീട്. അപ്പോൾ ഈ വിൻഡോസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പുറത്തുനിന്ന് അകത്തുനിന്ന് പുറത്തേക്കും കാണില്ല, പുറത്തുനിന്ന് അകത്തേക്കും കാണില്ല. ഒരു അടിപൊളി പ്രൈവസി എന്താ പറയുക വിൻഡോ ആണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ബെസ്റ്റ് യൂസ്ഫുള്ളാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കിച്ചണാണ്. എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ളതായിരിക്കും കിച്ചൺ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, കിച്ചണിലുള്ള സംഭവങ്ങളൊന്നും എത്തിയിട്ടില്ല. പിന്നെ കിച്ചണിൽ 2 ഡോർസ് വരുന്നുണ്ട്. ഒന്ന് ഈ ഒരു ഭാഗത്തേക്കുള്ള ഡോറും പിന്നെ ഉള്ളത് മറ്റേ ഭാഗത്തേക്കുള്ള ഡോറും. കണ്ടോ, ആ ഡോറുമാണ്. ഇങ്ങനെ 2 ഡോർസാണ്, ആളാണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. അതൊക്കെയാണല്ലോ മെയിൻ. നമ്മുടെ വീടിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് സംഭവം അടുപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനലി എന്താ പറയുക കിച്ചൺ ആയിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഹോം ടൂറിനായിട്ടുള്ള ഒട്ടും ഐഡിയ ഇല്ല. കാരണം എങ്ങനെ എടുക്കണം, ഏത് മോഡൽ. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഹോം ടൂറൊക്കെ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സാധാ വീഡിയോസ് എടുക്കുന്ന പോലെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പം വേണം. എനിക്ക് ഈ ഒരു വീടിനെ കുറിച്ചിട്ട് തോന്നിയിട്ടുള്ളത് ഭയങ്കര സ്പേസസ് ആയിട്ടുള്ളൊരു ഹൗസാണ് സെറ്റാക്കിയിട്ടുള്ളതും. ഒരു അടിപൊളി എന്താ പറയുക, ഭയങ്കര സ്പേസസ് ആണ്. എന്താ പറയുക, 3 റൂമും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഹൗസാണ്. അപ്പോൾ നമ്മൾ മുറ്റത്ത്
ഇന്നാണ് കേട്ടോ മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ക്ലിപ്സൊന്നും ഞാൻ ആഡ് ആക്കിയിട്ടില്ല, എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ട് അത് ആഡാക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഞാൻ എല്ലാം എടുത്ത് വെക്കും, എന്നിട്ട് പിന്നെ ലാസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ കട്ട് അങ്ങനെ ഫുള്ള് കട്ടാക്കും ചെയ്യും കേട്ടോ. ബെല്ലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ആദ്യമൊന്നും ബെല്ലൊന്നും ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ ബെല്ലൊക്കെ ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് എഡിറ്റിംഗ് വീഡിയോ ഇൻഷാല്ലാ ഞാൻ സെൻഡ് ആക്കണമായിരിക്കും ഷോർട്ടിൽ കേട്ടോ. അങ്ങനെ നെയ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് എന്തെന്നറിയോ, അവിടെ നെയ്റ്റ് കൂടാന്ന്. കാരണം അവർ ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫേർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമ്മൾ പുതിയ വീടൊക്കെ സെറ്റാക്കുമ്പോൾ എന്ത് ചെയ്യും, കുടിൽക്കലൊക്കെ ഉണ്ടാക്കും. അത് മോഡൽ ഉണ്ടാക്കിയതാണ് ഞങ്ങൾ. എന്തെന്നറിയോ, എന്താ പറയുക, നമ്മൾ ഒരു ചെറിയ പരിപാടി എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ജസ്റ്റ് എല്ലാവരും കൂടിയിട്ട് പറഞ്ഞാൽ തറവാടത്തോലും ഞങ്ങളുടെ വീട്ടിലത്തോലും കൂടിയിട്ട് ജസ്റ്റ് മജ്‌ലിസൊക്കെ ഓതി. പിന്നെ തറവാടത്തോല വക അടിപൊളി പായസം ഉണ്ടായിരുന്നു. അതും കുഞ്ഞാമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ പായസമാണ് ഗൈസ്. അതായിരുന്നു മെയിൻ കേട്ടോ ഇതിൽ. അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ ഇതിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ മൂഞ്ചിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ സെൻഡാക്കിയിട്ടില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ പായസം കുടിച്ചു. ഞാൻ വേഗം ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പിടിച്ചിട്ട് ലാസ്റ്റിക്ക് എനിക്ക് പായസം കിട്ടണമെന്നില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ പായസമൊക്കെ ഓർഡറാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി നല്ല ചൂടെടുത്ത് കുടിക്കാൻ സെറ്റായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അവിടുന്ന് നിസ്കരിക്കുക എന്നുള്ള ഐഡിയ. കാരണം എന്തായാലും ഒരു ബെസ്റ്റ് ഇതുവരെയല്ല. അപ്പോൾ ഞങ്ങൾ എന്ത് തുടക്കത്തിലാണെങ്കിൽ നിസ്കാരം മസ്റ്റ്. അപ്പോൾ ഞാൻ നിസ്കരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടില്ല, കിടക്കാൻ നിന്നു. പിന്നെ അപ്പത്തിന് അവർ വന്നു, ആകെ മൂഞ്ചി ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.